സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അതേസമയം ജലനിരപ്പ് ഉയർന്നതോടുകൂടി 9 ഡാമുകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയുമാണ്. വിവരങ്ങളുമായി ശ്രീനന്ദയാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീനന്ദ, വീണ്ടും മഴ മുന്നറിയിപ്പ് ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവധി തൃശൂരിൽ ഉണ്ട്. ഒപ്പം തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നത് ആശങ്ക തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഖി, ഇനി വരുന്ന 3 ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്നത്. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതുപോലെ തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. 9 ഡാമുകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. കാരണം നദീതടങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് 9 ഡാമുകൾക്ക് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. കക്കി, മുഴിയാർ, മാർട്ടി എന്ന് പറയുന്ന 9 ഡാമുകൾക്കാണ് ഇപ്പോൾ അലേർട്ടുകൾ നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ നദീതീര പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും. അതും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റോടുകൂടി മഴയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു നിർദ്ദേശമാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ ഇന്ന് അവധിയാണ്. അതുപോലെ തന്നെ മഴ കൂടുന്ന സാഹചര്യത്തിൽ മറ്റു ജില്ലകളിലും ഈ പ്രത്യേക അലേർട്ടുകളും അതുപോലെ തന്നെ അവധികളും നൽകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്ന ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഈ ഒരു തെക്കൻ ബംഗാൾ ഉൾക്കടൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ഈ ഒരു മണിക്കൂറിൽ പറയാൻ സാധിക്കും. രാഖി, ശരി ശ്രീനന്ദ, എന്തായാലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഒപ്പം തന്നെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളത് ആശങ്ക തന്നെയാണ്. ഡാമുകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.